ഹായ് മക്കളെ, വെൽക്കം ടു ആർക്കേനെക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ഗോസസ് ലോ. ഓക്കെ, അതിൽ പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കീമിന്റെ പ്രീവിയസ് ഇയർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു എക്സാമ്പിൾ പോലെ ചെയ്യിക്കാനാണ് ഈ വീഡിയോ ഉള്ളത്. ഓക്കെ, ഗോസസ് ലോന്റെ ഡെഫിനിഷൻ എന്താ? ഗോസസ് ലോന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദി ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ക്ലോസ്ഡ് സർഫസ്. അതായത് ഒരു സർഫസിന്റെ ഉള്ളിൽ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് എൻക്ലോസ് ചെയ്യുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് നമുക്ക് എന്താ അല്ല ഇമ്പോർട്ടൻ്റ് അല്ല, ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ഒരു റെഗുലർ ഷേപ്പ് ആവണം എന്ന് പോലും നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചോ, അതിനുള്ളിൽ ഒരു ചാർജ് എൻക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സർഫസിൽ ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ് സർഫസ്, അതായത് ആ സർഫസിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നറിയോ? ക്യൂ ഇൻ, ഉള്ളിലുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ε0 ആണ്. അതായത് 1/ε0 ടൈംസ് ദി ചാർജ് എൻക്ലോസ്ഡ് എന്നാണ്. ഇതാണ് ക്യൂ ഇൻ ബൈ എപ്സിലോൺ. ഇതാണ് നമ്മുടെ ഗോസസ് ലോന്റെ ബേസിക് ഡെഫിനിഷൻ. ഇതൊരു ബോർഡ് എക്സാമിന് പഠിക്കുമ്പം എന്തായാലും പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഈ ഒരു ബേസിക് സാധനം വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇതിൽ നിങ്ങൾ മറന്നു പോയത് ഈ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പം, ഈ ഫ്ലക്സ് എന്ന് പറയുന്ന സംഗതി ഉള്ളിലേക്ക് കയറി പോകുന്നതും പുറത്തോട്ട് ഇറങ്ങി പോകുന്നതും ഉണ്ടാവും. ഇൻവേർഡും ഉണ്ടാവും, ഔട്ട്വേർഡും ഉണ്ടാവും. ഇൻവേർഡ് ഫ്ലക്സ് നെഗറ്റീവ് ആണ്, ഔട്ട്വേർഡ് ഫ്ലക്സ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഔട്ട്വേർഡ് മൈനസ് ഫ്ലക്സ് ഇൻവേർഡ് ആയിരിക്കും. ഇത് മറന്നു പോകരുത്. റെഡി? ഇനി നമുക്ക് നോക്കാം, ഒരു 3-4 ക്വസ്റ്റ്യൻസ് നോക്കാം. കീം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് തോന്നി പോകാവുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്. നോക്കിക്കോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദി ഇലക്ട്രിക് ഫ്ലക്സ് എൻറ്ററിങ് ആൻഡ് ലീവിങ് എ ക്ലോസ്ഡ് സർഫസ് ആർ 6 × 10⁶ and 9 × 10⁶ SI യൂണിറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ഉള്ളിലേക്ക് കയറി പോകുന്നതാണ് ആദ്യം തന്നത്, പുറത്തോട്ട് ഇറങ്ങി പോകുന്ന ഫ്ലക്സ് ആണ് അടുത്ത് തന്നിട്ടുള്ളത്. എന്നിട്ട് ചാർജ് ഇൻസൈഡ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്ക്, നമുക്ക് എങ്ങനെ പറയാം? ഇൻസൈഡ് ഫ്ലക്സ് ഇൻസൈഡ് എത്രയാ തന്നത്? 6 × 10⁶. ഫ്ലക്സ് ഔട്ട്വേർഡ് എത്രയാ തന്നിട്ടുള്ളത്? ഔട്ട്വേർഡ് തന്നത് 9 × 10⁶. അപ്പൊ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് ഫ്ലക്സ് ചെയ്താലോ? നെറ്റ് ഫ്ലക്സ് എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഔട്ട്വേർഡ് മൈനസ് ഇൻവേർഡ് അല്ലേ? മൈനസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇതാണ് ഔട്ട്വേർഡ്. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ 9 - 6 എത്ര വരും? 3 × 10⁶ വരും. ഇതാണ് നെറ്റ് ഫ്ലക്സ്. എന്നിട്ട് നമ്മുടെ ബേസിക് ഡെഫിനിഷൻ എന്താ? നെറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇൻസൈഡ് എൻക്ലോസ്ഡ് ചാർജ് ഡിവൈഡഡ് ബൈ ε0. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദി ചാർജ് ഇൻസൈഡ് ആ ചോദിച്ചത്. ചാർജ് ഇൻസൈഡ് എങ്ങനെ കിട്ടും? ε0 ഇൻറ്റു നെറ്റ് ഫ്ലക്സ്. ε0 ഇൻറ്റു 3 × 10⁶. ഇതായിരിക്കും ആൻസർ. ഓപ്ഷൻസ് നോക്ക്. 3 ഇൻറ്റു ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3ε0 ഇൻറ്റു 10⁶. അതിന്റെ ഏറ്റവും ബേസിക് സംഗതി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചു ഒരു തവണ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വാല്യൂ മാത്രം മാറ്റിയിട്ട് നോക്ക്. ദി ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാ? 6 × 10⁴ 3 × 10⁴. അങ്ങനെയാണെങ്കിൽ നെറ്റ് ചാർജ് ഇൻസൈഡ് എത്രയാണ്? ഇതേപോലെ തന്നെ ചെയ്താൽ പോരെ? നെറ്റ് ഫ്ലക്സ് എത്രയാ കിട്ടുക? നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് മൈനസ് ഇൻവേർഡ് ആണ്. ഔട്ട്വേർഡ് എത്രയാ തന്നിട്ടുള്ളത്? ആദ്യം പറഞ്ഞത് ഇൻവേർഡ് ആണ്, പിന്നെ പറഞ്ഞത് ഔട്ട്വേർഡ്. അപ്പൊ ഔട്ട്വേർഡ് എന്ന് പറയുന്നത് 3 × 10⁴ മൈനസ് ഇൻവേർഡ് 6 × 10⁴. അപ്പൊ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ -3 × 10⁴ എന്നാണ് വരിക. അപ്പൊ എങ്ങനെ കിട്ടും? ക്യൂ ഇൻ ബൈ ε0 അല്ലേ നെറ്റ് ഫ്ലക്സ്? അപ്പൊ എങ്ങനെ കിട്ടൂടാ ക്യൂ ഇൻ? ഈ നെറ്റ് ഫ്ലക്സിനെ ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെറ്റ് ഫ്ലക്സ് എത്രയാന്ന് ഇവിടെ കിട്ടിയല്ലോ, അതിന് ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൽ ഏത് ഓപ്ഷനാ വരിക? ഓപ്ഷൻ ഇ അല്ലേ? നോക്ക്, നെഗറ്റീവ് വരണ്ടേ? -3 × 10⁴ ε0. ഓക്കെ, യെസ്. അടുത്ത നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ. ദി പ്രോഡക്റ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് and the total electric flux emanating from a closed surface enclosing a charge q in free space is. എന്തൊക്കെയാ പറഞ്ഞത്? പ്രോഡക്റ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ε0. പ്രോഡക്റ്റ് ഓഫ് ε0 ആൻഡ് ഫ്ലക്സ് എമിനേറ്റിംഗ് ഫ്രം എ സർഫസ്, അതായത് നെറ്റ് ഫ്ലക്സ്. ഇതെന്താ കിട്ടുക? ആൻസർ എന്തായിരിക്കും? ക്യൂ ഇൻ ആയിരിക്കും അല്ലേ? ഇതല്ലേ ആൻസർ വരിക.
ഈ ക്വസ്റ്റ്യനിൽ ക്യൂ ഇൻസൈഡ് എന്താ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? ഫ്ലക്സ് എമിനേറ്റിംഗ് ഫ്രം എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിംഗ് എ ചാർജ് ക്യൂ എന്നാ. അപ്പൊ ഇൻസൈഡ് ഉള്ള ചാർജ് ക്യൂ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താ വരേണ്ട? ഓപ്ഷൻ സി, ക്യൂ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗോസസ് ലോ. അതും ഗോസസ് ലോന്റെ ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നോക്ക്. എ ഹോളോ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ encloses an electric dipole composed of two charges plus q and minus q. The net flux of electric field through the surface of the sphere due to the enclosed dipole. എടാ, ഒരു സർഫസ് ഉണ്ട്, ഒരു സ്ഫിയർ ആണ്, അതിന്റെ റേഡിയസ് ആർ ആണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഡൈപോൾ ഉണ്ട്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ഉണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ചാർജ് എത്ര? നെറ്റ് ചാർജ് എത്ര ഉണ്ടാവുക? 0 അല്ലേ ഉണ്ടാവുക? പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. അപ്പൊ നെറ്റ് ചാർജ് എന്തായി പോയി? 0 ആയി പോയി. അപ്പൊ ഫ്ലക്സ് എത്രയുണ്ടാവും? ഫ്ലക്സ് is equal to നെറ്റ് ഫ്ലക്സ് is equal to q in by epsilon 0 അല്ലേ? q in 0 ആയ സ്ഥിതിക്ക് നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുക? എടാ, ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും ഫ്ലക്സ് പുറത്തോട്ട് പോകും, ഇതിൽ നിന്നോ ഫ്ലക്സ് ഉള്ളിലേക്ക് വരികയും ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്ലസ് ക്യൂ 10 ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വിട്ടാല്, 10 എണ്ണം പുറത്തോട്ട് വിട്ടാൽ മൈനസ് ക്യൂ 10 എണ്ണം ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യും. റെഡി അല്ലേ? അപ്പോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് മാഗ്നിറ്റ്യൂഡ് സെയിമാ. അപ്പൊ പോസിറ്റീവ് ചാർജ് 10 ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വിട്ടാൽ നെഗറ്റീവ് ചാർജ് 10 ഫീൽഡ് ലൈൻസ് ഉള്ളിലോട്ട് ആക്കും. അപ്പോൾ ഔട്ട്വേർഡ് ഫ്ലക്സ് 10 ആണെങ്കിൽ ഇൻവേർഡ് ഫ്ലക്സ് എത്ര ആയിരിക്കും? -10. അപ്പൊ ടോട്ടൽ നെറ്റ് ഫ്ലക്സ് എന്തായി പോയി? 0 ആയി പോയി. റെഡി? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അടുത്തത് നോക്ക്. യെസ്, the electric flux in SI units through any face of a cube due to a positive charge q situated at the center of a cube is. Okay, ഒരു ക്യൂബ് ഉണ്ട്, നോക്കിക്കോ. ഒരു ക്യൂബ് ഇതാ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇതിന്റെ സെൻട്രൽ എന്തുണ്ട്? ഒരു ചാർജും ഉണ്ട്. ഇതാ ഒരു ക്യൂബ് ഉണ്ട്. ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ any face of a cube due to a positive charge q situated at the center of the cube. ക്യൂബിന്റെ സെന്ററിൽ ഒരു ക്യൂ ഉണ്ട്. ഏതെങ്കിലും ഒരു ഫേസ്, ഇപ്പൊ ഞാൻ ഈ ഫേസ് എടുത്തെന്ന് വെച്ചാൽ ഈ ഫേസിലൂടെ എന്താണ് ഫ്ലക്സ് എത്രയാണെന്നാ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയാ ചിന്തിക്കണ്ടേ, നെറ്റ് ഫ്ലക്സ് എത്രയാ? നെറ്റ് ഫ്ലക്സ് എത്രയാ വരുന്നത്? q in by epsilon 0 അല്ലേ? അത് ഇവിടെ എത്ര ഉണ്ടാവും? q by epsilon 0. ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. അതായത് ക്യൂബിലൂടെ വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് ലൈൻസ് ആയിരിക്കും എന്ത്? q by epsilon 0. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, എടാ ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് ഇല്ലേ? 6 ഫേസസ് ഇല്ലേ? 6 ഫേസിലൂടെയും കൂടെ വരുന്നതാണ് q by epsilon 0. അപ്പൊ ഒരു ഫേസിലൂടെ എത്രയായിരിക്കും വരിക? ഇതിന്റെ 1/6 പാർട്ട് ആയിരിക്കും. അപ്പോ ഫ്ലക്സ് ത്രൂ എ ഫേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ഫ്ലക്സ് എത്രയാ? q by epsilon 0 അതിന്റെ 1/6 പാർട്ട് ആയിരിക്കും. അപ്പൊ ആൻസർ q by 6 epsilon 0. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേ? q by 6 epsilon 0. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കീമിന്റെ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ബേസിക് ആയിട്ടുള്ള തിയറികളാണ് കീമിൽ കൂടുതലും ചോദിച്ച് കാണാറുള്ള. ഭയങ്കര എളുപ്പമുള്ള എക്സാം ആയിരിക്കും. നല്ല രീതിയിൽ പഠിച്ചുണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.